ഗൈസ്, അപ്പോൾ നമ്മളിന്ന് നമ്മുടെ പോജോ ലോഞ്ചർ എങ്ങനെയാണ് ഇതിൽ ഡൗൺലോഡ് ചെയ്യുന്നതാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോ. ഫസ്റ്റ് നമ്മൾ ക്രോം എടുക്കണം, നമ്മുടെ വെബ് ബ്രൗസർ. നമുക്ക് ഇഷ്ടമുള്ള വെബ് ബ്രൗസർ എടുക്കുക, എന്നിട്ട് സെർച്ച് ചെയ്യുക പോജോ ലോഞ്ചർ. GitHub ഡൗൺലോഡ് ഇത്. അപ്പോൾ ഇങ്ങനത്തെ വരും, മുകളിൽ ഇപ്പോൾ കാണുന്നത് അത് കൊടുക്കുക. എന്നിട്ട് അടിയിലേക്ക് പോയി ഏറ്റവും അടിയിൽ പോയിട്ട് ടിങ് റിലീസസിൽ പോയിട്ട് അത് റിലീസസ് കൊടുക്കുക. എന്നിട്ട് ഇതേ പെയിൻറ് ബ്രഷ് ഇത് അതാണ് നമ്മൾ കൊടുക്കേണ്ടത്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ ഡൗൺലോഡ് കൊടുക്കുക. എൻ്റെ കയ്യിൽ അങ്ങനെയാണ് വരുന്നത്, ഞാൻ നേരത്തെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് സാധനം. ക്യാൻസൽ കൊടുക്കണ്ട, ഡൗൺലോഡ് കൊടുത്തോ. ഇതിപ്പോൾ എൻ്റെ ഫയലിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കാണാം. ഡൗൺലോഡ് ചെയ്യാൻ വെയിറ്റ് ചെയ്യുക. ഡൗൺലോഡായി വെയിറ്റ് ചെയ്തിട്ട് ഇത് കണ്ട ഈ വോയിസ് സ്ട്രീമിൻ്റെ സ്കിൻ എനിക്ക് അങ്ങനെ കയറ്റണമെന്ന് പറഞ്ഞോളൂ. അതെനിക്ക് പഠിക്കണം, എന്നിട്ട് നിങ്ങൾക്ക് അയച്ചു തരണം. അങ്ങനെ ചെയ്തിട്ട് വേണം എനിക്ക് യൂസ് കിട്ടാൻ. നീ സബ്സ്ക്രൈബ് ചെയ്യണേ. എനിക്ക് സബ്സ്ക്രൈബറില്ല, സബ്സ്ക്രൈബർ അങ്ങോട്ടുള്ളൂ. എൻ്റെ വീഡിയോസ് ആരും കാണാറില്ലല്ലേ? അത് ഞാൻ മാത്രമേ കാണണേ, നിങ്ങളൊന്ന് കാണുന്നുണ്ടോ? ഓക്കെ, ലോഡാവട്ടെ, അപ്പോൾ ഞാൻ നേരെ എടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ആപ്പ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്മേൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇൻസ്റ്റാൾ കൊടുക്കുക. ഡൺ കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ ഹോം സ്ക്രീൻ പോകുമ്പോൾ ഇതിവിടെ കാണാനുണ്ടാവും. പിന്നെ ഒരു സെറ്റപ്പും ഞാനിതിൽ ചെയ്തുതരാം. ഫസ്റ്റ് നമ്മൾ തുടങ്ങേണ്ടത് നമ്മുടെ ആഡ് അക്കൗണ്ടിൽ നിന്നാണ്. അവിടെ നിന്ന് തുടങ്ങാം. അത് കൊടുക്കുക. മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ലോക്കൽ അക്കൗണ്ട് എടുക്കാം. മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് ചിലപ്പോൾ കയറില്ലെന്ന് തോന്നുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, പക്ഷെ അത് പറ്റണില്ല. അപ്പോൾ ഞാൻ ലോക്കൽ അക്കൗണ്ട് എടുക്കണം. ലോഗിൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടം ക്രിയേറ്റ് ന്യൂ പ്രൊഫൈൽ കൊടുക്കണം. നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ എടുക്കാം. ഫാബ്രിക് വേണമെങ്കിൽ എടുക്കാം, ഫോർജ് എടുക്കാം, ക്ലിറ്റ് എടുക്കാം, ഒപ്റ്റിഫൈൻ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ നോർമൽ വേർഷൻ എടുക്കാൻ പറ്റും. പിന്നെ മോഡ് പോലത്തെ ഒന്നും എടുക്കാൻ പറ്റും. ചിലപ്പോൾ അത് പറ്റുള്ളൂ, ചിലപ്പോൾ അത് പറ്റുള്ളൂ കേട്ടോ. ഒപ്റ്റിഫൈൻ ഞാൻ എടുക്കണത്. .21.4 അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും എടുക്കാൻ പറ്റും. ഇവിടെ 10,000 വേർഷൻസ് ഉണ്ട്, കണ്ടോ, കുറേ ഉണ്ട്. ഞാൻ മുകളിലത്തെ വേർഷൻ എടുക്കാം. അതിൽ 3 ഓപ്ഷൻ വരും. ഒന്നിത് ഇതിൽ ഞാൻ ആ മുകളിലത്തെ ഓപ്ഷൻ റേറ്റും
അപ്പോൾ അത് ഡൗൺലോഡ് ആവുന്നത് കാണാം. ഡൗൺലോഡായി വെയിറ്റ് ചെയ്യണം, കുറേ നേരം എടുക്കും. ഡൗൺലോഡായി കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ വിളിക്കാം. ഹലോ, അപ്പോൾ നമ്മുടെ ഈ ഒപ്റ്റിഫൈൻ ഡൗൺലോഡ് ആയിട്ടുണ്ട്. പക്ഷേ ഇതിവിടെ വരില്ല എന്ന് മാത്രം. ക്രിയേറ്റ് ന്യൂ പ്രൊഫൈലിൽ കയറിപ്പോയിട്ട് ഒപ്റ്റിഫൈൻ എടുത്ത് നമ്മൾ നേരത്തെ എടുത്ത വേർഷനിലേക്ക് പോകണം. ഇവിടെ നിന്ന് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഈ ഭാഗത്ത് പോയി ഇവിടെ ഇതെടുക്കണം. ഒന്നുകൂടി തൊട്ട് ഇതിപ്പോൾ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കണ്ട 0000 ഒരു MB എടുക്കണില്ലേ? അതിൻ്റെ അർത്ഥം അത് റെഡി ആയിട്ടുണ്ടെന്നാണ്. ഇനി ഇത് ഇവിടെ നിന്ന് ലോഡായിലൂടെ ആകാശിങ്ങനെ വൈ പറഞ്ഞു. ഇവിടെ വെച്ചേക്കാം. റെഡി ആവുന്നുണ്ട് കേട്ടോ. ഇനി ഇവിടെ കുറേ സാധനങ്ങൾ വരും. അതൊന്നും ചെയ്യണ്ട, അവിടെ വെറുതെ ഇരിക്കുക. ഇൻസ്റ്റാൾ ബട്ടൺ വർക്കാവില്ല, അത് തന്നെ ഇൻസ്റ്റാൾ ചെയ്തോളൂ. ഇതേ ഇത് വായിച്ചു നോക്ക്. നിങ്ങൾക്കിത് പോസ് ചെയ്ത് വേണമെങ്കിൽ വായിച്ചു നോക്കാം. പോയി. ഇനി ഹോം വഴി നോക്കുമ്പോൾ എൻ്റെ ഒപ്റ്റിഫൈൻ വേർഷൻ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പ്ലേ ചെയ്യാം. അതോടെ പരിപാടി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഇത് ഞാൻ കഴിഞ്ഞിട്ട് ഞാൻ റിയാക്റ്റിംഗ് വീഡിയോ ഇടും. ഓക്കെ, ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഓക്കെ, ബൈ.